ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ദൈവസുതനായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ ദാഹത്തോടെ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ. കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ. കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ സ്തുതിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ശാല ഹലബല 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 ശാലബല ഹലബല ഹല. അതിന് തുറന്ന് സ്തുതിച്ചുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അതിനെ തുറന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ ആത്മാവേ നിറയണമേ. ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ. ദാഹത്തോടെ
നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവം നമ്മളിൽ എന്ത് നിറയ്ക്കും? എന്താ വേണ്ടേ? പ്രഥമമായി നമ്മളിൽ നിറയേണ്ടത് ദൈവീക ജ്ഞാനമാണ്. അതിനുവേണ്ടി ഒന്ന് ദാഹിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ജ്ഞാനത്തിൻ്റെയും വെളിവിൻ്റെയും അറിവിൻ്റെയും നിറകുടമായ നിധിയായ ദൈവമേ, അങ്ങ് എന്നിൽ തന്നെ വസിക്കുന്നു. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഒന്നുകൂടി, നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് ലയിച്ചുകൊണ്ട് ദൈവാത്മാവിലൂടെ ദൈവീക ജീവൻ നമ്മുടെ ആത്മാവിലേക്ക് ഇങ്ങനെ ചൊരിയുകയാണ്. അതാണ് കൃപ എന്ന് പറയുന്നത്. കൃപ എന്നാൽ ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. എല്ലാവരും പറഞ്ഞേ, ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ഇതാണ് 57-ാം സങ്കീർത്തനം. അതിൻ്റെ അടുത്ത വരികളിൽ പറയുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം, കണ്ടോ, എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. യേശുവിന് 1000-ലധികം വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചും യേശുവിലൂടെ ലഭിക്കാനിരിക്കുന്ന കൃപാവരത്തെക്കുറിച്ചും പ്രവചന ഗീതങ്ങളായിട്ട് ഇസ്രായേലിനെ കൊണ്ട് പാടിപ്പിച്ചതാണ്. അങ്ങനെ 1000-ഓളം വർഷത്തെ പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോഴാണ് കൃപ വരുന്നത്. ആ കൃപയാണ് ഈശോയിലൂടെ നമ്മിലേക്ക് കിട്ടിയിട്ട് നമ്മളിൽ രൂപാന്തരീകരണം നടക്കുന്നത്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ തുടർന്ന് പാടുന്നതാണ്, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും, ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയുമയക്കും. അതാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത്. ദൈവത്തിൻ്റെ ആ കരുണാർദ്രമായ സ്നേഹവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും നിറഞ്ഞ് നമ്മുടെ പ്രവൃത്തിയുടെയോ നമ്മുടെ ശക്തിയുടെയോ പ്രവർത്തനം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ, ദൈവത്തിൽ നിന്ന് സഹായം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. അതുകൊണ്ടാണ് ഈശോ ഉടനീളം പറഞ്ഞത്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം, ഞാനാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന അപ്പം. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും മറ്റൊരു സഹായകനെ കൂടി അയക്കാം. അതാരാ? പരിശുദ്ധാത്മ. അപ്പോ മറ്റൊരു സഹായകൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ അവിടെ ആൾറെഡി ഉള്ളത് കൊണ്ടാണല്ലോ.
അതാരാണ് ആദ്യത്തെ സഹായം? ഈശോ. അപ്പൊ ആ ഈശോയും പരിശുദ്ധാത്മാവും നമ്മളിലേക്ക് വരുമ്പോ പിതാവ് നമ്മളിൽ തന്നെ ഉണ്ട്. ഈശോ പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. വീണ്ടും ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും എന്ന് പറഞ്ഞെല്ലാവരും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആണെന്ന് നിങ്ങൾ അറിയും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാടുന്നത്, നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ മതി. കണ്ടോ, എന്താണ് ഈശോ വന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈശോ വന്നിരിക്കുന്നത്? ഈശോ നമ്മളിലും നമ്മൾ ഈശോയിലും. അങ്ങനെ ഒരു ഇന്റർ ഡ്വെല്ലിംഗ് ആണ് നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ദൈവം നമ്മളിൽ, നാം ദൈവത്തിൽ. ദൈവം നമ്മളിൽ എന്നുള്ളത് നമ്മൾ ഇത്രയും നാളും പ്രഘോഷിച്ചിരുന്ന ഒരു പരമാർത്ഥമാണ്. ദൈവം നമ്മോടുകൂടി. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് പറയണതാണ്. പക്ഷെ ഇപ്പോൾ 21 വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലാകുകയാണ്, ദൈവം നമ്മളിൽ എന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ ഒന്ന് നാം ദൈവത്തിലാണ് എന്നുള്ളതാണ്. നാം ദൈവത്തിൽ. ദൈവം നമ്മളിൽ ആയിരിക്കുന്ന അവസ്ഥയോടുകൂടെ നാം ദൈവത്തിൽ. അതാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളും. ആരെന്നിലും ഞാൻ അവനിലും. കണ്ടോ, എന്നിൽ നീ നിന്നിൽ ഞാൻ. ഇല്ലേ? ഇതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. നമുക്കിരിക്കാം. അപ്പൊ ഈ അനുഭവത്തിലൂടെ ഈ അനുഭവത്തിലേക്ക് നാം വരണം. ഈ അനുഭവമാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ വളർച്ചയേറിയ ഒരവസ്ഥ. ഈ അനുഭവത്തിന് വേണ്ടി നാം പ്രഥമമായിട്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്കും ദൈവീകമായ ജ്ഞാനത്തിനും വേണ്ടി ദാഹിക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുക തന്നെയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാകില്ല. നമ്മൾ യാന്ത്രികമായിട്ട് ഒരുപാട് പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പക്ഷേ അത് പോരാ. നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ നിധി കണ്ടെത്തണം. അപ്പോൾ നിങ്ങളെല്ലാവരും വർഷങ്ങളായിട്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ ദിനരാത്രം പ്രാർത്ഥിക്കുന്നവരാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരവസരം നിങ്ങൾക്ക് ദൈവം നൽകിയതെന്ന് മനസ്സിലാക്കണം. എനിക്ക് ഡൽഹിയിൽ വരുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ഡൽഹിയിൽ വരുമ്പോൾ ആ അവസരം ഉപയോഗിച്ച് 1-2 ദിവസവും കൂടി കൂടുതൽ നേരത്തെ വരികയാണെങ്കിൽ, അതുകൊണ്ട് തമ്പുരാൻ ഇങ്ങനെ ഒരവസരം നൽകി. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നിങ്ങൾ ലോകം മുഴുവനിലേക്കും ഈ കൃപയും ജ്ഞാനവും ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യ ആരാധനയുടെ ഏറ്റവും പ്രധാന രഹസ്യം അതാണ്. പലപ്പോഴും നമ്മൾ കുറേ നാളെ ആരാധിക്കുന്നവർക്ക് നമുക്ക് തോന്നും, ഞാൻ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തിനാ, ഞാൻ വല്ല ജോലി ചെയ്താലേ ഒരു പ്രയോജനം ഉണ്ടാവും. മറ്റുള്ളവരൊക്കെ ഇത് രോഗശാന്തി നടത്തണോ, അത് നടത്തണോ, ഇത് നടത്തണോ, അവിടെ പുറത്തു പോയി പ്രവർത്തിക്കണോ, ഗ്രാമപ്രദേശത്ത് പോകണോ, അവർ ഓടിച്ചാടി നടന്ന് എന്തെല്ലാമാണ് ചെയ്യണത്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. പക്ഷേ മറ്റെല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വലിയ വിസ്മരണീയമായ
മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ ഒരു ചെയ്യലാണ് നിങ്ങൾ നിത്യാരാധനയിൽ പ്രാർത്ഥിക്കുന്നവരിലൂടെ നടക്കുന്നത്. യെശയ്യായുടെ പ്രവചനത്തിൽ 11-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നു, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ, എല്ലാവരും നേറ്റ് പറഞ്ഞുകൊണ്ട്, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ജ്ഞാനം ലോകം മുഴുവൻ നിറയും. പറഞ്ഞോ, ഇതാണ് നമ്മുടെ നിത്യാരാധനയിലൂടെ നടക്കുന്നത്. ആ യേശുവാകുന്ന ലോകത്തിന്റെ പ്രകാശം, ലോകത്തിന്റെ പ്രകാശമാണ് അവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മൾ അവിടെ ഇരിക്കുന്ന കുറച്ചു പേരുടെ പ്രകാശമല്ല. പക്ഷെ ഈ ലോകത്തിന്റെ പ്രകാശത്തിന് ലോകത്തിലുള്ള സകല ജനതകളെയും പ്രകാശിപ്പിക്കാൻ വേണ്ടത് അത് വിശ്വസിക്കുന്ന ഒരാത്മാവാണ്. ഒരാത്മാവ്. ആ ഒരാത്മാവിന്റെ കപ്പാസിറ്റി ഇതാണ്. ആ ഒരാത്മാവിലൂടെ ഈ ദൈവം തമ്പുരാന്റെ ശക്തി ലോകം മുഴുവനിലുമുള്ള സകലാത്മാവുകളിലേക്കും പകരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ഈ ഭൂമിയെ മുഴുവനും ഉപ്പിലിടാൻ പറ്റും. എന്തിനുള്ളതാണ് ഉപ്പ്? ഉപ്പ് മറ്റുള്ള വസ്തുക്കൾ ചെയ്യാതെ, നശിച്ചു പോകാതെ അതിനെ രക്ഷിക്കാനും സംരക്ഷിക്കാനും അതിനെ പ്രിസർവേറ്റീവാണ്. പ്രിസർവേറ്റീവ്. അത് രുചി പകരുന്നു. അതെല്ലാ ജാതി മതസ്ഥർക്കും ഒരു ഉപ്പ് തന്നെയാണ്. ഹിന്ദുവിന്റെ ഉപ്പും ക്രിസ്ത്യാനിയുടെ ഉപ്പും മുസ്ലിമിന്റെ ഉപ്പും എന്നും പറഞ്ഞൊരു ഉപ്പില്ല. ഉണ്ടോ? പാകിസ്ഥാനിയും ബംഗ്ലാദേശുകാരനും ഇന്ത്യക്കാരനും സിറിയക്കാരനും ലിബിയക്കാരനും അമേരിക്കക്കാരനും ഏഷ്യക്കാരനും ആഫ്രിക്കക്കാരനും യൂറോപ്യനും എല്ലാം ഒരേ ഉപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരേ ഉപ്പാണ്. എന്നാൽ ആ ഉപ്പ് ഒരൽപ്പം മതി മുഴുവൻ ഭക്ഷണത്തെയും അത് രുചി പകരുന്നു. എല്ലാവർക്കും രുചി പകരുന്നു. അങ്ങനെ രുചി പകരുന്ന ആ അവസ്ഥയിൽ അത് താനെ തന്നെ ഇല്ലാതാകുന്നു. നല്ല ചിക്കൻ ബിരിയാണി ആയിരിക്കും, നമ്മൾ ചിക്കനെ ആയിരിക്കും വളരെയധികം പുകഴ്ത്തുന്നതാ. നല്ല ചിക്കനാ, എവിടെ നിന്ന് മേടിച്ചു. പക്ഷേ അതിന്റെ രുചി പ്രധാനമായിട്ട് വന്നത് എന്തുകൊണ്ടാ? അതിൽ ഉപ്പ് കൂടി ചേർന്നതുകൊണ്ടാണ്. എന്നാൽ ഈ ഉപ്പിന് ഐഡന്റിറ്റി ഉണ്ടോ? ആരെങ്കിലും പറയുമോ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഇതിനകത്ത് ഉപ്പ് നല്ലതാണെന്ന്? പക്ഷെ ഉപ്പ് ഇല്ലായിരുന്നുവെങ്കിലോ? ഈ ഉപ്പുമാങ്ങ നല്ല മാങ്ങയാ, പക്ഷെ ആരെങ്കിലും പറയോ ആ ഉപ്പ് നന്നായിട്ടുണ്ട് അതിലെന്ന്? മാങ്ങ നല്ലതാണ്. അപ്പൊ അങ്ങനെ സ്വന്തം ഐഡന്റിറ്റി ഇല്ലാത്ത, ഐഡന്റിറ്റിയിലൂടെ വളരെയധികം ഗുണം മറ്റുള്ളവർക്ക് പകരുകയും എന്നാൽ തന്നെ അറിയാതെ നിശബ്ദമായിട്ട് ആ ഉപ്പ് കഞ്ഞിയിലും കറിയിലും ബിരിയാണിയിലും എല്ലാം അലിഞ്ഞു ചേരുന്നതോടെ അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ബലി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാൻ പറ്റുമോ? എന്ന പോലെ ഉപ്പ് ഒരു ബലിയായിട്ട് എല്ലാ ഭക്ഷണത്തിനും, എല്ലാ ജാതിക്കാർക്കും, എല്ലാ അവസ്ഥയിലും, എല്ലാ സമ്പന്നനും ദരിദ്രനും പാവപ്പെട്ടവനും ധനവാനും രോഗിക്കും ആരോഗ്യമുള്ളവർക്കും എല്ലാം ഒരുപോലെ, എല്ലാ രാജ്യത്തും ഒരുപോലെ, എല്ലാ അവസ്ഥയിലും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഉപ്പ്. ആ ഉപ്പ് യേശുവിൻ്റെ ഈ പ്രസാദപരമാണ് അതിൻ്റെ സിംബോളിസം. യേശുവിൻ്റെ ഈ പ്രസാദപരം എല്ലാ ജാതി മതസ്ഥർക്കും അവകാശമാണത് അവരുടെ. പക്ഷെ അത് അവർക്ക് പറഞ്ഞൂടാ, ചിലപ്പോൾ നമുക്ക് പറഞ്ഞൂടാ. കാരണം യേശു ക്രിസ്തു, ഞാൻ ഉത്തരേന്ത്യയിലെ എൻ്റെ വചനപ്രഘോഷണ ആരംഭത്തിൽ എനിക്ക് കർത്താവ് നൽകിയ വലിയ ഒരു ദൂത് ഇതാണ്.
ഞാനങ്ങനെ ആകസ്മികമായിട്ട് അവരോട് പറയാൻ, ഞാനൊന്നും അറിയുന്നില്ല, ഇത് ആരെയും പറയണേ, എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു അറിവ് എനിക്ക് ആരും പകർന്നു തന്നിട്ടുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹിന്ദുക്കളോടൊക്കെ ആയിട്ട് ഞാൻ പറയും, യേശു ക്രിസ്തു ईसा मसीह ईसाइयों का निजी संपत्ति नहीं है. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അത് കേൾക്കുമ്പോഴേ ആളുകൾ ഉടനെ കാതോർക്കുകയാണ്. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം, ബുദ്ധിസ്റ്റിന് ബുദ്ധന്റെ ദൈവം, ഹിന്ദുക്കൾക്ക് വേറെ ദൈവം, മുസ്ലിമിന് വേറെ ദൈവം. പക്ഷേ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? പറയും. ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു മരിച്ചപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? അപ്പോഴും ക്രിസ്ത്യാനികൾ ഉണ്ടായില്ല. പിന്നെ എന്നാ ക്രിസ്ത്യാനി ഉണ്ടായത്? ക്രിസ്ത്യാനി ഉണ്ടായത് ഈ മരിച്ചുയർത്ത യേശു പെന്തക്കോസ്തായിലൂടെ പരിശുദ്ധാത്മാവായി വന്ന് ശിഷ്യന്മാരിൽ നിറഞ്ഞു, അപ്പസ്തോലന്മാരിൽ നിറഞ്ഞു. അവിടെ അവരുടെ പ്രഘോഷണം വഴി ആദ്യ ദിവസം തന്നെ 3000-ലധികം പേർ ജ്ഞാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. അവർക്ക് അതിനു മുമ്പ് ചെയ്ത കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ പറ്റണില്ല. അവരുടെ ജീവിതം പാടെ മാറി. അപ്പൊ അവർ ഒരു പുതിയ സമൂഹമായി. ആ സമൂഹം ഒരുമിച്ച് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തെയും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവത്തെ, അന്ന് ഒരു അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും എന്ന് പറഞ്ഞിരുന്ന ആ അവസ്ഥ മാറിക്കൊണ്ട് പിന്നെ അവർ പറയാൻ തുടങ്ങിയത് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച ദൈവം. എന്താ എക്സ്പ്രഷൻ? യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. ആ യേശുവിന്റെ ശക്തിയാണ് ഈ മുടന്തനെ നടത്തുന്നത്. കണ്ടോ, ഇന്നലെ നമ്മൾ കേട്ടില്ലേ? ഇതൊക്കെ അവരുടെ സാക്ഷ്യങ്ങളായി. അവർക്ക് ഊണും ഉറക്കവുമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ നിറവും പ്രസംഗമായി. ഇവരെ അന്ത്യോക്യയിൽ വെച്ച് മറ്റുള്ളവർ പറയാൻ തുടങ്ങി, ആ ഗ്രൂപ്പ് നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ്, അവര് ക്രിസ്ത്യാനികളാണ്, അവർ ക്രിസ്ത്യാനികളാണ്. അങ്ങനെയാണ് ക്രിസ്തു മതം ആരംഭിക്കുന്നത്. അതുവരെ ക്രിസ്ത്യാനികളില്ല, ക്രിസ്തുമതമില്ല. പിന്നെ ആർക്കു വേണ്ടി അപ്പൊ ക്രിസ്തു വന്നത്? ക്രിസ്തു വന്നത് എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവേ, അങ്ങേ അർപ്പിക്കുന്ന ബലി ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അർപ്പിക്കുന്ന ബലി സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾക്കിപ്പോ 2000 വർഷം കഴിഞ്ഞപ്പോ നമ്മൾ ഒരു സംഘടനയായി, വലിയ ഒരു നേതൃത്വമായി, വലിയ സ്ട്രക്ചറായി, വലിയ വലിയ ബസിലിക്കകളായി. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ചട്ടക്കൂടുകളായി. പക്ഷേ അതിനേക്കാൾ വലുതാണ് സഭ. സഭ എന്നതിൽ ക്രിസ്തു മുതൽ ഉള്ള എല്ലാ പുണ്യവാന്മാരും, ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്നവരും, കർത്താവിന്റെ ആത്മാവിനാൽ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ വലിയ ഒരു രാജകീയ വിശുദ്ധ പുരോഹിത വർഗമായി അതിന്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും. അതോടൊപ്പം അതിന്റെ ഏറ്റവും ശക്തമായ ഒരു കൂട്ടായ്മയാണ് ഭൂമിയിലെ ഇപ്പോൾ തീർത്ഥാടനം ചെയ്യുന്ന യേശുവിന്റെ വിശ്വാസവും ജ്ഞാനവും കൊണ്ട് നിറയുകയും ഈ വിജ്ഞാനവും ജ്ഞാനവും ലോകം മുഴുവനിലും പരത്താൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ. അപ്പോൾ സഭ എന്ന ഈ 3 തലങ്ങൾ, ഈ 3 തലങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടായ്മയാണ് പ്രാർത്ഥനയിലും ആരാധനയിലുമെല്ലാം.
ക്രൂവേൻ ചാപ്പേന്മാർ ഉന്നത ദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, അപകടങ്ങൾ ഒക്കിടുവാൻ കർത്താവിന്മേൽ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. മനസ്സിലാക്കണം, അതാണ് സഭ. നമ്മൾ ബലിയർപ്പിക്കുമ്പോഴും ആ വൈദികൻ യേശുവിൻ്റെ ശരീരത്തെ കയ്യിലെടുത്ത് വിഭജിക്കുമ്പോൾ നമ്മുടെ പാപകടങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി വിഭജിക്കുകയാണ്. നമ്മുടെ പാപകടങ്ങൾ യേശു പൊറുത്തിരിക്കുന്നു, പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്തിരിക്കുന്നു. അത് നടക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കൽ നടന്നത് തന്നെയാണ്. ആ സംഭവം ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുകയും അതിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യാൻ. പക്ഷെ ആ സമയത്ത് സ്വർഗം മുഴുവനും ആ ബലിപീഠത്തിന് ചുറ്റുമുണ്ട്, സഭ മുഴുവനുമുണ്ട്. ഏത് സഭ? വിജയസഭ, സമരസഭ, സഹനസഭ എല്ലാം ഉണ്ട്. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് നമ്മൾ ഒരാളാണെങ്കിലും ആ ഒരാളോടൊപ്പം സ്വർഗം മുഴുവനും അവിടെ ഉണ്ട്. സകല മാലാഖമാരും സകല വിശുദ്ധരും അവരവിടെ സ്വർഗത്തിൽ ഭയങ്കര കോലിളക്കമാണ്. അവിടെ ആരാ അവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മോടൊപ്പം? മനസ്സിലായിട്ടുണ്ടോ? അതാണ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് രാത്രി ടൈമൊക്കെ ഫിക്സ് ചെയ്തു, ആ ആൾക്ക് വരാൻ പറ്റിയില്ല, ട്രാഫിക് ജാം, വണ്ടി പഞ്ചർ, അല്ലെങ്കിൽ വയറിനിറക്കം, വരാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഇയാൾക്ക് ആകെ പ്രയാസം. അയ്യോ, മണി 11 എൻ്റെ റിലീവർ വന്നിട്ടില്ലല്ലോ. കർത്താവ് അവിടെയെല്ലാം മനോഹരമായിട്ട് പരിപാലിക്കുന്നത് കാണാറില്ലേ? ഒന്നില്ലെങ്കിൽ ആ സമയത്ത് അവിചാരിതമായിട്ട് ഒരാൾ വരണം. എനിക്ക് ഒരുപാട് അനുഭവമാണ്. ചില സമയത്ത് എനിക്ക് തോന്നി കുറച്ച് നേരം പോയെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചാപ്പലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ, അടുത്ത ആൾ വരാണ്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ബ്രദർ ഇവിടെ ഇരുന്നോട്ടോ, ഞാൻ പോകാണ്. അപ്പോൾ നമ്മളത് വലിയ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ സ്വർഗം മുഴുവനും കൂടി പൊക്കിയിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുവന്നേക്കണത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ വരാൻ ആളില്ല, നമ്മുടെ സമയം കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. പക്ഷേ ആദ്യം നമുക്ക് ഇവരെന്താ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാണ്ട് പെരുമാറിനെ വരാമെന്ന് പറഞ്ഞിട്ട് സമയത്തിന് വന്നില്ലല്ലോ എന്നെല്ലാം നമ്മൾ വിചാരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വാസ്തവത്തിൽ ദൈവം എനിക്ക് തന്ന ഒരു പ്രത്യേക ഇടപെടലായിരിക്കും. ആ ആൾക്കല്ല ഇപ്പോൾ ഈശോന്റെ കൂടെ ഇരിക്കാനായിട്ടുള്ള അവസരം തന്നിരിക്കുന്നത് നമുക്കാണ് എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ആശ്വസിക്കില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിത്യാരാധനയുടെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് ഇത് വലിയൊരു ലഹരിയായി മാറുന്നതും ഇതിൻ്റെ ആ അത്ഭുത ശക്തി വിശേഷം ലോകം മുഴുവനും പടരുന്നു എന്നും എങ്ങനെ അത് പടരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അറിയണം. ഒരിക്കൽ ഞാനിങ്ങനെ ഈശോന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രാത്രി. പെട്ടെന്ന് ഇങ്ങനെ വചനം തുറന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമാണ്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം. ആരെങ്കിലും ഒന്ന് വായിച്ചോ? മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 32-ാമത്തെ വചനം. അതിങ്ങനെ പറയുന്നത്, അവർ ഗെത്സമനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞ എല്ലാവരും അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ശരി. അപ്പൊ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കണ്ട, നമ്മൾ അവിടെ ഇരുന്നാ മതി. ആര് പ്രാർത്ഥിക്കണോ? ഈശോ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും വിചാരിക്കണം ഞാൻ ഉപവസിക്കണു, ഞാൻ പ്രാർത്ഥിക്കണു, ഞാൻ കൊന്തയല്ലണു, ഞാൻ പരിഹാരം ചെയ്യണു, ഞാനൊക്കെ ചെയ്യണമെന്നാണ്. പക്ഷേ വാസ്തവത്തിൽ ആരാ പ്രാർത്ഥിക്കണേ? ഈശോ പ്രാർത്ഥിക്കുന്നു.
ഇതാണ് നിത്യാരാധനയിൽ നമുക്ക് ഇനി ഉണ്ടാകേണ്ട ഒരു അറിവ്. നിങ്ങൾ ഒരാളെങ്കിലും എൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് ഇരിക്കി, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജ്ഞാനം സഭയിൽ എല്ലാ പള്ളികളിലും ഉണ്ടാകാണെങ്കിൽ ഇന്ന് പള്ളികൾ ഒഴിഞ്ഞു കിടക്കോ? പള്ളികൾ ഒഴിഞ്ഞു കിടക്കണോണ്ടായിരിക്കും അത് ആക്രമിക്കണേ. അതിൻ്റെ അകത്ത് ഇരുന്ന ആളുകൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആക്രമിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുകയാണ്, പണ്ട് ഉജ്ജയിനിൽ ഒരു ആക്രമണം നടന്നു. അബ്രാഹം പാണ്ടംപടമ്പിൽ അച്ഛൻ എന്ന ഒരു ധ്യാനഗുരു ധ്യാന കേന്ദ്രം ആരംഭിച്ചു ഉജ്ജയിനിൽ. അവിടെ ഒട്ടും ക്രിസ്ത്യാനികളില്ലാത്ത സ്ഥലമാണ്. ധ്യാന കേന്ദ്രത്തെ ആക്രമിച്ചു, അച്ഛനെ അടിച്ചു, കന്യാസ്ത്രീമാരെ അടിച്ചു. വേറെ കൂടുതൽ ഒന്നും നടക്കാതിരിക്കാൻ ഉടനെ തന്നെ ധ്യാനകേന്ദ്രം പൂട്ടി അച്ഛൻ നാട്ടിലോട്ട് പോരുകയാണ്. അപ്പോ ഈ ആരാധനകളൊക്കെ തുടങ്ങാനുണ്ടായിരുന്ന ഒരു പ്രേരണ അന്ന് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടില്ലേ? നിങ്ങൾക്കും അങ്ങനെയുള്ള പ്രേരണകളൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ വന്ന ഉടനെ തന്നെ, ഞാൻ അന്ന് നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് എന്നെ അച്ഛൻ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു, തോമസ് പോളേ, ഞാൻ ആരാധന അടച്ചിടോ, ധ്യാനകേന്ദ്രം അടച്ചു. ഞാൻ പറഞ്ഞു, എന്തീ പറയണേ? ധ്യാനകേന്ദ്രം അടച്ചു, അച്ഛനെന്തിനും ഇങ്ങോട്ട് പോന്നേ? ഞങ്ങൾ ഒരു സുഹൃത്തുക്കളാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വലിയ ആക്രമണമായി, ഞങ്ങൾക്കവിടെ നിക്കക്കളില്ലാണ്ടായി, ഞങ്ങളെ ആക്രമിച്ചു. വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ അവർ ആക്രമിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടയ്ക്കൂ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പം ആര് വിജയിച്ചു? അത് അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിജയിക്കുന്നില്ലല്ലോ. കർത്താവ് ഈശോമിശിഹ ലോകത്തിന്റെ പ്രകാശമാണ്, സകല അന്ധകാരത്തെയും അകറ്റുന്ന പ്രകാശമാണ്. അതുകൊണ്ട് അച്ഛനൊരു പണി, ഒരുപക്ഷെ 24 മണിക്കൂറും അച്ഛൻ ആരാധന നടത്തി കാണില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. 1 മണിക്കൂർ പോലും വിള്ളൽ ഇല്ലാതെ നടത്തുന്നതിലാണ് ഇതിന്റെ വലിയ ശക്തി. വിള്ളൽ എന്നാണ് അതിന് പറയാ. വിള്ളൽ എന്ന് പറഞ്ഞാൽ വിടവ്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ 2 ആളുകളെ തരാം. അച്ഛൻ അടുത്ത വണ്ടി പിടിച്ചങ്ങ് പോകും. ഇവിടുന്ന് തന്നെ പിതാവിനോട് ചോദിക്ക്, ആരോടും പറയണ്ട. ഇപ്പോ ആരാധന ധ്യാനകേന്ദ്രത്തിന്റെ അകത്ത് കിടന്ന് ഈ 2 ആളും അച്ഛനും കൂടി അവിടെ ഇരുന്ന് 3 ആളുണ്ടല്ലോ, ഈ 3 ആള് മാറി മാറി ഇരുന്ന 24 മണിക്കൂർ നടത്താം. ഞങ്ങൾ സാധാരണ 2 ആള് ഫുൾ ടൈം ഉണ്ടെങ്കിൽ നടത്താം. 24 മണിക്കൂർ 2 ആള്, ഒരാൾ 3 മണിക്കൂർ ഇരുന്നു, അടുത്ത ആളും അങ്ങനെ മാറി മാറി ഇരിക്കാറുള്ളതാണ്. അച്ഛൻ പറഞ്ഞു, അത് നല്ല കാര്യമാണല്ലോ, ഞാനെന്ന് ഇപ്പം തന്നെ ബിഷപ്പിനോട് സംസാരിക്കാം. ബിഷപ്പിനോട് സംസാരിച്ചു, പിതാവേ, ഞങ്ങൾ ഇവിടുന്ന് 2 ആൾ വരാൻ തയ്യാറുണ്ട്. ഞാൻ അവരെയും കൊണ്ട് വന്നിട്ട് മിണ്ടാണ്ട് ആരോടും പറയാണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് നിത്യാരാധന തുടങ്ങട്ടെ. ഇതാ പറഞ്ഞു, യെസ്, നോ പ്രോബ്ലം. നമ്മളൊരു പബ്ലിസിറ്റി കൊടുക്കണില്ല. ഇതിന് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. കൊടുക്കാം, പക്ഷേ അത് ബുദ്ധിപൂർവം വേണം. അങ്ങനെ അന്ന് വീണ്ടും ആരാധന ആരംഭിച്ചു. ഇതാ കുറച്ച് ദിവസത്തിനകത്ത്. അപ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? ഈ ആക്രമണം നടത്തുന്ന ശക്തികളെല്ലാം അന്ധകാരമാണ്, ഇല്ലേ? ഈ അന്ധകാരത്തെ അകറ്റാൻ നമ്മൾ പേപ്പർ റിപ്പോർട്ടും കോർട്ടും കോർട്ടിംഗ് കേസും ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മൗനമായിട്ട്, കർത്താവേ, നീ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഈ പ്രകാശം തുറക്കുമ്പോൾ ഈ പ്രകാശം അന്ധകാരത്തിനെ അകറ്റും എന്ന് വിശ്വസിച്ച് പ്രകാശത്തെ തുറക്കുക. പുട്ട് ഓൺ ദ ലൈറ്റ്. അത് ഒരിക്കലും അടയ്ക്കാതിരിക്കുക. അന്ന് മുതൽ ഇപ്പോൾ ചിലപ്പോൾ 12 വർഷമായിട്ടുണ്ടാവും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ആക്രമണം നടക്കുന്നത്? നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നില്ല. നമ്മൾ ആരാധനാ കേന്ദ്രം എന്തിനാ? വല്ലപ്പോഴും ഒന്ന് വന്ന് തുറന്ന് കുർബാനയെല്ലാം വേണ്ടിയുള്ളത് മാത്രമല്ല, അവിടെ യേശുവിനെ പെട്ടിക്കകത്താക്കി പൂട്ടിവെക്കാനും വേണ്ടിയുള്ളതല്ല. യേശു ആഗ്രഹിക്കുന്നത്, എന്നെ അടച്ചു വെക്കല്ലേ, എന്നെ അടച്ചു വെക്കല്ലേ,
ഞാൻ ലോകത്തിന്റെ പ്രകാശമാണേ. അതാണ് എസെക്കിയലിന്റെ പുസ്തകത്തിൽ 22:30 നോക്കിയേ. 22:30 30:22 പറയുന്നത് ഇതാണ്: നഗരം നശിപ്പിക്കാതിരിക്കാൻ, വിള്ളലിൽ നിൽക്കാനോ കോട്ട പണിയാനോ. 22:30 എസെക്കിയൽ 22:30 പറയുകയാണ്, വിള്ളലിൽ നിൽക്കാനോ കോട്ട പണിയാനോ ഒരാളെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ആ പട്ടണം നശിക്കാതിരിക്കാൻ. ഇതാണ് ഇപ്പൊ നമ്മളുടെ വലിയ കത്തീഡ്രലാകാം, വലിയ ഫൊറേനുകളാകാം, വലിയ ഇടവകളാകാം. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ജ്ഞാനം കിട്ടുന്നില്ല? ഒരാളെ 10,000 പാരിഷനേഴ്സ് ഉണ്ടെങ്കിലും അതിനകത്ത് ഒരാളെ മാറി മാറി ഓരോരുത്തരായിട്ട് ആ കത്തീഡ്രലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ സാധിക്കും. നമ്മളിവിടെ കത്തീഡ്രലിൽ കുറെ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ? കത്തീഡ്രലിൽ പകല് മുഴുവനുണ്ട്, രാത്രി ഇല്ല. അപ്പോ അത് പ്രാക്ടിക്കലായിട്ടുള്ള ഇതുകൊണ്ടാകാം. അവിടെ ഒരു ചെറിയ ചാപ്പല് സൈഡിൽ ഉണ്ടാക്കി അതിനൊരല്പം അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ രാത്രിയിലും ആകാവുന്നതാണ് ഇത്. പക്ഷേ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കൊണ്ടും ആ വിളിയും ഒക്കെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് പകല് മുഴുവനെങ്കിലും ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ഇതാണ് ലോകം മുഴുവനും വേണ്ടത്. ലോകം മുഴുവനുമുള്ള എല്ലാ കത്തോലിക്ക പള്ളികളിലും ഇതുപോലെ നടക്കണം. അപ്പോൾ പ്രകാശം പരക്കും. അപ്പോൾ ഒരാക്രമണവും ഉണ്ടാവില്ല. ഇപ്പോ പരിശുദ്ധ പിതാവ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ 1-2 പ്രാവശ്യം ഡിക്ലെയർ ചെയ്തു, ഇന്ന ദിവസം രാത്രി ഫുൾ നൈറ്റ്